ശ്രീ കേണൽ എസ് ഡിന്നി, അപ്പോൾ ഒരിക്കൽ കൂടി നമുക്കൊന്ന് ശ്യാമിലേക്ക് പോകാം. ശ്യാം, അപ്പോൾ രണ്ട് ആശങ്കകൾക്കും അടിസ്ഥാനമില്ല എന്ന് ശ്യാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് മൂന്നാമത്തെ ആശങ്ക? രണ്ട് ആശങ്കകൾക്കും അടിസ്ഥാനമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ചർച്ചാവേളയിൽ അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള അവസരത്തിൽ അദ്ദേഹം രണ്ട് ചോദ്യങ്ങൾ എന്നോട് ഉന്നയിച്ചു. ആ രണ്ട് ചോദ്യങ്ങളുടെയും ഡയറക്റ്റ് ആൻസറാണ് ഞാൻ പറഞ്ഞത്. ആ രണ്ട് ചോദ്യങ്ങളുടെയും ആശങ്ക അതല്ല. ആശങ്ക ഞാൻ പറഞ്ഞല്ലോ 4.81. ഇപ്പം യഥാർത്ഥത്തിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട് MOU ഒപ്പുവെച്ചില്ലെങ്കിൽ SSA ഫണ്ട് പിടിച്ചു വെക്കാമെന്നോ SSK ഫണ്ട് പിടിച്ചു വെക്കാമെന്നോ ഈ MOUനകത്ത് എവിടെയും പറയുന്നില്ലല്ലോ. പറയുന്നുണ്ടോ ശ്രീമാൻ കേണൽ ഡിന്നി? ഇല്ല. പക്ഷെ എന്നിട്ട് എന്തിനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട, കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് അടക്കം പിരിക്കുന്ന നികുതി വിഹിതം, കേരളത്തിന് അർഹതപ്പെട്ട നികുതി വിഹിതം നിങ്ങൾ വർഷങ്ങളോളം പിടിച്ചു വെച്ചത് എന്തിനാണ്? നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചു വെച്ചത് എന്തിനാണ്? ഇല്ല, അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ലേ, NEP 2020 എന്ന് പറഞ്ഞ് വരുമ്പം അത് കേന്ദ്ര ഗവൺമെന്റ് മാത്രമായിട്ട് നടപ്പാക്കുന്ന ഒരു കാര്യമല്ല. അത് നമ്മുടെ സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഒരു എഡ്യൂക്കേഷൻ പോളിസി വേണമെന്നുള്ള ഒരു പൊതുധാരണയുടെ പേരിലാണ് അത് നടപ്പാക്കുന്നത്. എന്റെ ചോദ്യം വളരെ കൃത്യമാണ്. ആ NEP 2020യുടെ കാര്യത്തിൽ അതൊരു എഗ്രിമെന്റ് ആണ്. അതായത് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ ഇങ്ങനെയുള്ള, ഇതാണ് നമ്മുടെ നയം, അതായത് നമ്മുടെ രാജ്യത്തിന്റെ എഡ്യൂക്കേഷൻ പോളിസി ഇങ്ങനെ ആയിരിക്കണം. അതിന് വേണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനത്തെ ചില പദ്ധതികളുണ്ട്. ഇപ്പൊ നേരത്തെ SSA എന്ന് പറഞ്ഞത് ഇപ്പം SSK ആയി മാറിയതും അതുപോലെ തന്നെ PM ശ്രീയും ഒക്കെ വരുന്നത് ഈ പുതിയ NEP 2020യുടെ ഭാഗമായിട്ട് തന്നെയാണ്. ഇപ്പൊ SSKക്ക് വരുന്ന ഫണ്ടിന്റെ ആ സ്കൂളുകളിൽ നിന്ന് തന്നെയാണ് PM ശ്രീക്ക് വേണ്ടിയുള്ള വേറൊരു സ്കൂൾ മാറ്റിവെക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് SSK ഫണ്ട് വേണം, പക്ഷെ PM ശ്രീ ഫണ്ട് നിങ്ങൾക്ക് പറ്റത്തില്ല. അപ്പൊ അത് വൺ വേ സ്ട്രീറ്റ് അല്ലല്ലോ ശ്രീ അഡ്വക്കേറ്റ് ശ്യാം. അതായത് നിങ്ങൾക്ക് ഫണ്ട് വേണം, പക്ഷെ ഗവൺമെന്റ് പറയുന്ന മറ്റുള്ള വ്യവസ്ഥകളൊന്നും നിങ്ങൾക്ക് പാലിക്കാൻ പറ്റില്ല. അതങ്ങനെ ശരിയാവും? ഒരു എഗ്രിമെന്റ് വരുമ്പോൾ രണ്ടുപേരും പറയുന്നത് വേണ്ട. അതായത് ഒരു പദ്ധതി ഉണ്ട്, SSK പദ്ധതി ഉണ്ട്, PM ശ്രീ ഉണ്ട്, NEP 2020 ഉണ്ട്. അതിന്റെ NEP 20 ആണ് അതിന്റെ ബ്രോഡ് ഗൈഡ് ലൈൻസ്. അതിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് SSKയുടെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നതാണ് PM ശ്രീ. അപ്പൊ SSK നിങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ PM ശ്രീ നിങ്ങൾക്ക് കുഴപ്പമാണ്. അപ്പൊ അതങ്ങനെ ശരിയാവും? അപ്പൊ നിങ്ങൾക്ക് തരുന്നെങ്കിൽ അത് എല്ലാ ഫണ്ടും ഒരേ രീതി തന്നെ വരും. അതിന് ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ അങ്ങനെ പാടുള്ളൂ. അതിനകത്ത് വേറെ ഇതൊന്നുമില്ല. അതുപോലെ അത് ഒന്ന്. രണ്ടാമതായിട്ട്, നേരത്തെ നമ്മൾ മാഡം പറഞ്ഞ പോലെ ഈ കേരളത്തിൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും, ഇപ്പൊ തമിഴ്നാട് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഒരു മാറി നിൽക്കുന്നത്. അവിടെയും 3 ലാംഗ്വേജിന്റെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അതല്ലാതെ വേറെ അവർക്ക് അവർ ഏറ്റവും കൂടുതൽ സാഫ്രണൈസേഷൻ എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന ദ്രവിഡിയൻ രാഷ്ട്രീയത്തിൽ നിന്നാണ്. അത് കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന കേസ്. അതിൽ ഭാഷയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഹിന്ദി സ്വീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവർ ഇവിടെ പറയുന്നത് പോലെ മതേതരത്വത്തിന് ഭീഷണിയാകും, ഈ പറയുന്ന പോലെ ഇരുണ്ട കാലത്തിലേക്ക് ഈ ഇവിടുത്തെ യുവതലമുറയെ നയിക്കാനുള്ള നീക്കങ്ങളാണ് PM ശ്രീ എന്നൊക്കെ പറയുന്ന വാദമൊന്നും സത്യത്തിൽ തമിഴ്നാട് ഉന്നയിച്ചിട്ടില്ല. അതെ, അതുപോലെ തന്നെ ഇപ്പൊ നോക്കൂ, ഇപ്പൊ നിങ്ങളെ കഴിഞ്ഞ ഗവൺമെന്റ് നിങ്ങളുടെ ഗവൺമെന്റ് ആയിരുന്നല്ലോ, ഇവിടെ LDF ഗവൺമെന്റ്. നിങ്ങളുടെ സ്റ്റേറ്റിന്റെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇരിക്കുകയാണ്. സ്റ്റേറ്റിന്റെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആ സ്കൂളുകൾക്ക് ചില ഫണ്ടുകൾ കൊടുക്കുമ്പോൾ അതിന് ചില വ്യവസ്ഥകൾ കാണും. ആ വ്യവസ്ഥകൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ ഫണ്ട് വരത്തില്ല. അതിനകത്ത് എന്ത് സംശയമാണുള്ളത്? അത് നമ്മുടെ സിസ്റ്റത്തിന്റെ, ഇതൊരു ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് തന്നെയല്ലേ. അത് കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേകമായിട്ടുള്ളതാണ്. അവിടെ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ അക്കൗണ്ടബിലിറ്റിയുടെ ഭാഗമായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ഫണ്ട് റിലീസ് ചെയ്യും. ഇന്ന ഫണ്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത ഗഡുവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതൊരു പ്രൊസീജിയറൽ കാര്യങ്ങൾ മാത്രമാണ്. അതല്ലാതെ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായിട്ട് പിടിച്ചു വെക്കുന്നൊന്നുമല്ല. നിങ്ങൾ പ്രൊസീജിയർ ഫോളോ ചെയ്യുക. ഇത് എത്രയോ പ്രാവശ്യം ബഹുമാനപ്പെട്ട കഴിഞ്ഞ പ്രാവശ്യത്തെ എന്താ പറഞ്ഞ ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയൻ ഒക്കെ എത്ര പ്രാവശ്യം അവിടെ പോയിരുന്നു. അവരുടെ അടുത്ത് എല്ലാം പറഞ്ഞ ഇത് തന്നെയാണ്. നിങ്ങൾ പ്രൊസീജിയർ ഫോളോ ചെയ്യൂ. ആ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ആ പൈസ കിട്ടും. അതിനകത്ത് യാതൊരു സംശയമില്ല. അതെല്ലാം നമ്മളെല്ലാം അർഹതപ്പെട്ടതാണ്. ആരുടെ ഔദാര്യമൊന്നുമല്ല, നമ്മളെയൊക്കെ പങ്കുള്ളത് തന്നെയാണ്. അപ്പൊ ആ പ്രൊസീജിയർ ഫോളോ ചെയ്യാതെ നിങ്ങൾ ആ ഫണ്ട് മാത്രം എനിക്ക് വരണം, ഞാൻ പ്രൊസീജിയർ ഒന്നും ഫോളോ ചെയ്യത്തില്ല, അതെങ്ങനെ നടക്കും ശ്രീശാം? അതാണ് അവിടുത്തെ പ്രശ്നം, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇപ്പൊ ഞാൻ ഉന്നയിച്ച ഒരു ചോദ്യം, MOUയിൽ എവിടെയും SSK ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഒപ്പിടണം എന്ന് ഒരു നിബന്ധന വെച്ചിട്ടില്ല. എന്നാൽ ഞാൻ വളരെ കൃത്യമായി പറയാം, ഇടപെടരുത്, ദയവായി ഇടപെടരുത്, എനിക്ക് പറയാനുള്ള അവസരം തരണം. അദ്ദേഹം വളരെ കൃത്യമായി എന്നോടൊരു ചോദ്യം ചോദിച്ചു, എനിക്ക് പറയാനുള്ള അവസരം തരണം. ഒരു സെക്കൻഡ്, അതിൽ വളരെ കൃത്യമായി മറുപടി പറയാൻ കഴിയുന്ന വിദ്യാഭ്യാസ വിദഗ്ധൻ കൂടിയാണ് നമ്മളോടൊപ്പം ഡോക്ടർ ജയപ്രസാദ് ഇരിക്കുന്നത്. ഡോക്ടർ ജയപ്രസാദ്, ഈ SSK
ഫണ്ടിന്റെ വിഷയത്തിൽ പലവട്ടം ഈ ഫ്ലോറിൽ ചർച്ച നടന്നിട്ടുള്ളതാണ്, അങ്ങ് പലവട്ടം വിശദീകരിച്ചിട്ടുള്ളതാണ്. അങ്ങ് പറയൂ. ഞാൻ ഈ PM ശ്രീ പദ്ധതിയെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകളിലോട് എനിക്ക് താല്പര്യമില്ല. കാരണം യഥാർത്ഥത്തിൽ ഈ ചർച്ച കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തേണ്ടിയിരുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ പദ്ധതിയുടെ ഗുണവും ദോഷവും വിദ്യാർത്ഥികൾക്കും സ്കൂളിനും സമൂഹത്തിനും ഉണ്ടാകുന്ന നേട്ടവും അത് ഗ്രാമീണ ഭാരതത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ കുട്ടികൾ സാധാരണക്കാരായ കുട്ടികളാണല്ലോ ഇന്ന് സർക്കാർ വിദ്യാലയങ്ങളെ കൂടുതലും പോകുന്നത്. അപ്പോൾ ആ കുട്ടികളെ ഇതെങ്ങനെ ബാധിക്കും, ഈ വിഷയങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. അതിനു മുമ്പ് പറയേണ്ടത് ഈ എതിർക്കുന്നവർക്ക് പോലും ഇതെന്താണ് PM ശ്രീ സ്കൂൾ എന്നറിയില്ല. അവർ പലരും ശ്രീ എന്നുള്ള പേര് കേട്ട് ചാടി വീണതാണ്. അത് RSSന്റെ ഒരു എന്നുള്ളത്. യഥാർത്ഥത്തിൽ സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ 2020 പോളിസിയുടെ ഒരു നമ്മൾ പറയുന്ന ഒരു മോഡൽ എന്നുള്ള തലത്തിൽ കൊണ്ടുവന്നതാണ്. അതിനു മുമ്പ് ഒരു ചരിത്രം കൂടെ പറഞ്ഞാലേ ഇത് മനസ്സിലാവുള്ളൂ. ഇന്ത്യയിൽ 3 എഡ്യൂക്കേഷൻ പോളിസീസാണ്, നാഷണൽ പോളിസീസാണ് സ്വീകരിച്ചത്. 1968 കൊത്താരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതിനുശേഷം 34 വർഷങ്ങൾക്ക് കാത്തിരിപ്പിന് ശേഷമാണ് 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും വരുന്നത്. 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു മേജർ പ്രോഗ്രാമായിരുന്നു നവോദയ വിദ്യാലയങ്ങൾ. ഇന്ത്യയിലെ ഓരോ ജില്ലകളിലും, അതായത് ഗ്രാമീണ ഭാരതത്തിലെ കുട്ടികൾക്ക് വേണ്ടി, അത് നഗരപ്രദേശത്തെ കുട്ടികൾ, മുനിസിപ്പാലിറ്റിയിലെ കുട്ടികൾ അത് എലിജിബിൾ അല്ലായിരുന്നു. അവരെ റെസിഡൻഷ്യൽ മോഡലിൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂളുകൾ, അതിനെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായ ഇടപെട്ടോട്ടെ സർ, ഒന്ന് ജസ്റ്റ് വേറൊന്നുമല്ല, ജവഹർ നവോദയ വിദ്യാലയമായിരുന്നു അത്, ജസ്റ്റ് ഒരു പേരിന് വേണ്ടി അല്ല. അതെ, നവോദയ, അതെ, അതിൻ്റെ പേര് അങ്ങനെ ആക്കി. അത് അപ്പോൾ ആ നവോദയ വിദ്യാലയങ്ങൾ അന്ന് ഏറ്റവും കൂടുതൽ എതിർത്തത് കേരളമാണ്. അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുറച്ചുകൂടി ആരോഗ്യകരമായി നിൽക്കുന്ന കേരളമായിരുന്നു. വലിയ സമരങ്ങൾ നടന്നു. അപ്പോൾ ആ സമരം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് 2 സ്കൂളുകൾ മാത്രമാണ് അന്ന് കേരളത്തിൽ ആരംഭിച്ചത്. അപ്പോൾ 87 ഇലക്ഷനിൽ ഇടതുമുന്നണി നയനാർ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 4 വർഷം പിന്നീട് ആ പ്രോജക്റ്റ് കൊണ്ടുപോയില്ല. 91 കരുണാകരൻ സർക്കാർ തിരിച്ചു വന്നതിന് ശേഷമാണ് മറ്റ് എല്ലാ ജില്ലകളിൽ, ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിൽ നവോദയ വിദ്യാലയങ്ങൾ പഠിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ആർക്കാണ് നഷ്ടം, ഈ ഡിലേ ചെയ്തതുകൊണ്ട് ആർക്കാണ് നഷ്ടം വന്നത്? നമ്മുടെ ഗ്രാമീണ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളാണ്. പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് കിട്ടേണ്ട ഈ ആനുകൂല്യം, അതായത് ഒരു നാഷണൽ ലെവലിലുള്ള ക്വാളിറ്റി, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് നവോദയ സ്കൂളുകൾ. നമ്മളതിൽ 95% സ്റ്റുഡൻസിൻ്റെയും ക്വാളിറ്റി നമ്മൾ ഇവാലുവേറ്റ് ചെയ്തെന്ന് മനസ്സിലാകും. അപ്പോൾ അന്നും ഇതുപോലെ എതിർത്തു, പിന്നീട് നടപ്പാക്കി. അപ്പോൾ എല്ലാ പദ്ധതികളെയും ആദ്യം എതിർക്കും, പിന്നെ നടപ്പാക്കും. ഈ PM ശ്രീ സ്കൂൾ പ്രോജക്റ്റ് വന്നത് ഇതിനകത്ത് യാതൊരു രാഷ്ട്രീയമോ സിലബസോ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് 1450 സ്കൂളുകളാണ് ദേശീയ തലത്തിൽ ഇയർമാർക്ക് ചെയ്തത്. അതിലിപ്പം കേരളത്തിൽ ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ വീതമാണ് വരുന്നത്. ഇതിൽ കേരളത്തിൽ എതിർക്കുന്ന 2 കാര്യങ്ങളും എത്ര ബാലിശമായിട്ടാണ് ഈ നമ്മുടെ ഈ IT യുഗത്തിൽ വ്യാജമായ അല്ലെങ്കിൽ കള്ളം പ്രചരിപ്പിക്കുന്ന ഇടത് വലത് മുന്നണികൾ എന്നുള്ളതാണ്. അതിനൊരു പ്രധാന കാരണം സ്കൂളുകളെ സെലക്ട് ചെയ്യുന്നതും സിലബസും രണ്ടും കേരളമാണ്. കേരളം എന്ന് ഞാൻ പറഞ്ഞ സംസ്ഥാനങ്ങളാണ്, അതാത് സംസ്ഥാനങ്ങളാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൽ എതിർത്തെന്ന് പറയുന്നത് ഒരു ഗോമൂത്രമായിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവരുടെ ഒരു സാഹിത്യം അവർ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലും വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം അറിയാവുന്നവർക്ക് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ നമ്മൾ പഠിക്കും. നിങ്ങൾ ഇപ്പം ഡിക്ഷണറി ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ, അത് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഇങ്ങനെ തുടങ്ങിയ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ വേർഡ് ഒറിജിനേറ്റ് ചെയ്ത് ഗ്രീക്ക് വേർഡ്, ബഹുഭൂരിപക്ഷം ഗ്രീക്ക് ആയിരിക്കും, ചിലത് ലാറ്റിൻ ആയിരിക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ മോഡേൺ സയൻസും മോഡേൺ മെഡിസിനും ഒക്കെ തന്നെ 15-16 നൂറ്റാണ്ട് നവോത്ഥാന കാലഘട്ടത്തിൽ ഗ്രീക്ക് റോമൻ ലിറ്ററേച്ചറിലല്ല അതിലേക്ക് പുറകിലേക്ക് പോയതിനു ശേഷം അവരുടെ തന്നെ ശാസ്ത്ര സത്യങ്ങൾ അവർ 2000 വർഷങ്ങൾക്ക് മുമ്പ് അവരെ നാട്ടിലുണ്ടായിരുന്നതിനെ അതിനെ മോഡേണൈസ് ചെയ്ത് അതാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. അവരാരും അവരുടെ നോളജിനെ തള്ളിപ്പറഞ്ഞില്ല. അതായത് പൂർവികരുടെ നോളജിനെ തള്ളിപ്പറയുന്നതാണ് അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അതിന് ആധുനിക കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളുണ്ടാവാം. അതാണ് ഇവർ എതിർക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പദ്ധതിയിൽ അതൊന്നുമില്ല. ഈ സിലബസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കേരളത്തിൻ്റെതാണ്. സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നതും കേരളത്തിൻ്റെയാണ്. പിന്നെ എവിടെയാണ് എതിർക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നൊരു പ്രോജക്റ്റ് എന്നുള്ള തലത്തിലാണ്. ഈ സ്കൂളുകളുടെ മുന്നിൽ മോഡിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കിയ 2023-24 വർഷം തന്നെ കേരളത്തിലെ എല്ലാ സെൻട്രൽ സ്കൂളുകളും നവോദയ വിദ്യാലയങ്ങളും അതുപോലെ മാഹിയിൽ ഉൾപ്പെടുന്ന 6 സ്കൂളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ തന്നെ അത്രയും സ്കൂളുകൾ കേരളത്തിൽ നടപ്പാക്കി കഴിഞ്ഞു. നമ്മളിവിടെ നമ്മുടെ ക്യാമറാമാൻ ഏറെ എടുത്തു പറയേണ്ടത് ഒരു ന്യൂനപക്ഷ മാനേജ്മെന്റിന്റെ കീഴിൽ
ഒരു സ്കൂളുണ്ടല്ലോ, അവിടെ എത്ര മനോഹരമായാണ് PM ശ്രീ നടപ്പാക്കിയിരിക്കുന്നത്. അല്ല, നമ്മുടെ ചാനലുകൾ ആദ്യം ചെല്ലേണ്ടത് ഈ നടപ്പാക്കിയ സ്കൂളുകളിൽ ഉണ്ടായ വൈഷമ്യം എന്താണ്, അവിടെ ഉണ്ടായ കാവ്യവൽക്കരണം എന്താണ്, അവിടെ എന്താണ് വർഗീയവൽക്കരണം. ഇവർ പറയുന്നൊരു സാഹിത്യമുണ്ട്, എനിക്ക് മനസ്സിലാവും, മതേതര മനസ്സെന്ന് പറഞ്ഞിട്ടൊക്കെ സാഹിത്യം ഇങ്ങനെ പറയുന്നത് നമുക്ക് വളരെ ബാലിശമായിട്ട് വിദ്യാഭ്യാസ മേഖലയിലെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി കാതലായിട്ടുള്ള ചർച്ചകൾ നടത്തേണ്ടായിരുന്നു. ഇതിപ്പോൾ തന്നെ എത്ര നാണക്കേടാണെന്ന് നോക്കുള്ളൂ. സാധാരണക്കാരായ കുട്ടികൾക്ക് 2023 ലഭിക്കേണ്ട ഒരു ആനുകൂല്യം 2027 5 അല്ലെങ്കിൽ 4 വർഷം വൈകി ലഭിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ തന്നെ ഇതിൽ നമ്മൾ ചില കാര്യങ്ങളിലൂടെ പറയേണ്ടത്. ഇതിനെ നമ്മുടെ ഇടതുപക്ഷ അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന സുഹൃത്ത് എനിക്ക് മറുപടി തരേണ്ടതാണ്. യഥാർത്ഥത്തിൽ CBSE സിലബസിൽ ഈ പറഞ്ഞതുപോലെയുള്ള കാവ്യവൽക്കരണം അല്ലെങ്കിൽ വർഗീയത അല്ലെങ്കിൽ നമ്മുടെ പുരാതന ചരിത്രമൊക്കെ അടിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വാദത്തിന് വേണ്ടി ഞാൻ അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് കേരളത്തിലെ ഏതാണ്ട് 16,700 CBSE സ്കൂളുകൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ പ്രൈവറ്റ് മേഖലയിലാണ്. സമാന്തരമായിട്ട് സെൻട്രൽ സ്കൂളുകളും നവോദയ വിദ്യാലയങ്ങളുണ്ട്. അപ്പോൾ ഈ സ്കൂളുകളിലൊക്കെ സ്വീകരിച്ചിരിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് ഈ നമ്മുടെ DYFI നേതാവ് പറയുന്ന അതേ സിലബസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ പുരോഗമന മനസ്സുള്ള മതേതര മനസ്സ് ആദ്യം ചെയ്യേണ്ടത് കേരളത്തിലെ സകല CBSE സ്കൂളുകളും അടച്ചുപൂട്ടണമെന്നുള്ള സമരമാണ് നടത്തേണ്ടത്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ ഈ തരത്തിൽ ജനങ്ങളിലേക്ക് എത്തുന്നു. നമ്മുടെ പ്രത്യേകിച്ച് സാർ 1470 CBSE സ്കൂൾ 7 ലക്ഷത്തോളം 6.5 ലക്ഷം നടപ്പാക്കിയിട്ടുണ്ട്. ഏറ്റവും തമാശ എന്ന് പറയുന്നത് ഇവരുടെ നേതാവ് ഇതിനെതിരെ ഏറ്റവും കൂടുതൽ ഘോരഘോരം പ്രസംഗിക്കുന്ന പിണറായി വിജയന്റെ ചെറുമകൻ പഠിക്കുന്ന സ്കൂളിൽ അവിടെ മറ്റേ NEP നടപ്പാക്കിയിട്ടുണ്ട്. അല്ല, അതാണ് സിലബസ് ഇവരുടെ ചെറുമക്കൾക്കൊക്കെ പഠിക്കാം, നേതാക്കന്മാരുടെ മക്കൾക്കും ചെറുമക്കൾക്കും ഒക്കെ പഠിക്കാം. പക്ഷേ സാധാരണക്കാരൻ ഇതൊക്കെ ഒരു കാര്യം കൂടെ എനിക്ക് ചേർക്കാനുള്ളത്. അപ്പം യഥാർത്ഥത്തിൽ DYFI ഇന്ന് ചെയ്യേണ്ടത് ഈ പദ്ധതിയെ എതിർക്കുകയാണെങ്കിൽ, അത് ഏത് സംഘടനയാണെങ്കിലും എതിർക്കുകയാണെങ്കിൽ അവർ ചെയ്യേണ്ടത് ഈ സിലബസ് ആണല്ലോ നമ്മുടെ പ്രധാന പ്രശ്നം. നമ്മളതിന് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു വർഷം ഒരു സ്കൂളിന് ലഭിക്കുന്നത് 2.5-3.5 കോടി രൂപ, 2.5 കോടിക്ക് 3.5 കോടിക്ക് ഇടയ്ക്കുള്ള തുകയാണ്. ഒരു കുട്ടിക്ക് ശരാശരി 35,000 രൂപ എന്നുള്ളതാണ് പെർ ഹെഡ് പെർ ഇയർ കൊടുക്കുന്നത്. ഈ തരത്തിലുള്ള സാമ്പത്തികമായ നേട്ടം മാറ്റി വയ്ക്കട്ടെ. നമ്മൾ എതിർക്കുന്നത്, ഇവർ പ്രധാനമായിട്ടും എതിർക്കുന്നത് ഇതിൻ്റെ പുറകിലൊരു ഹിഡൻ വർഗീയ അജണ്ട ഉണ്ടെന്നുള്ളതാണ്, അല്ലെങ്കിൽ സംഘപരിവാർ അജണ്ടയാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ നവോദയ സ്കൂളുകളിൽ ഇതെങ്ങനെയാണ് നടപ്പാക്കുന്നത്? നമ്മുടെ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയക്കാരുടെ മക്കളും ചെറുമക്കളും ഒക്കെ പഠിക്കുന്നത് നമ്മുടെ CBSE സ്കൂളുകളിലാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ചില സ്കൂളുകളിൽ ചെന്ന് നമ്മൾ ഓരോ സ്കൂളിൽ പോയി അന്വേഷിച്ചാൽ നമ്മുടെ ജനം ചാനലുകളൊക്കെ ഇതൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടതാണ്. ഇവരുടെ ആരുടെയും കുട്ടികൾ പഠിക്കുന്നില്ല. മാത്രമല്ല കേരളത്തിലെ ചെറുപ്പക്കാർ മുഴുവൻ ഇന്ന് കേരളത്തിലെ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ കേരളത്തിലെ കോളേജുകളിൽ നമ്മളതൊരു വളരെ കൃത്യമായ ഒരു പരമ്പരയായിട്ട് തന്നെ കൊടുത്തിരുന്നു കേട്ടോ. ഈ മാഹിയിൽ ഒരു ന്യൂനപക്ഷ മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളിൽ പോയി നമ്മൾ ആ സ്റ്റോറി ചെയ്തിട്ടുണ്ട്. അവിടെ എന്ത് മതേതരത്വത്തിന് ഭീഷണിയാകുന്ന സിലബസാണ് അവിടെയുള്ളത് എന്ന് അവിടുത്തെ രക്ഷാകർത്താക്കളും പറഞ്ഞിട്ടില്ല, കുട്ടികളും പറഞ്ഞിട്ടില്ല, അധ്യാപകരും പറഞ്ഞിട്ടില്ല. ഇനി മറ്റൊന്ന്, മലപ്പുറം ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ്ട് 75% മൈനോറിറ്റീസ് ഉള്ള മലപ്പുറം ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ CBSE സ്കൂളുകളുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. അപ്പോൾ മലപ്പുറം ജില്ലയിൽ അത് മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, മുസ്ലിം യുവജന സംഘടനകളായിക്കോട്ടെ, MSF ആയിക്കോട്ടെ എതിർക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെൻറ് സ്കൂളിൽ, അതായത് പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂളിൽ നിഷേധിക്കുകയും അതേസമയം ഈ നേരത്തെ പറഞ്ഞ വർഗീയ സിലബസ് തൊട്ടടുത്ത് നേതാക്കളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ അനുവദിക്കുകയും ചെയ്യുന്ന ഈ കാപട്യം യഥാർത്ഥത്തിൽ എന്തടിസ്ഥാനത്തിലാണ് കേരളം പോലുള്ള ഒരു സമൂഹത്തിൽ ജനങ്ങൾ ഇതിനെതിരെ തിരിയുന്നില്ല? ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇത്തരം രാഷ്ട്രീയ വഞ്ചകരെ പുറത്താക്കി എന്നുള്ളത് ഒരു ശരിയായ ഒരു തീരുമാനമായിരിക്കാം. ഈ ഗവൺമെൻറ് അതിനൊരു തിരിച്ചറിവായിരിക്കണം വീണ്ടും ഈ പദ്ധതി നടപ്പാക്കുന്നത്. പക്ഷേ ഇവിടെ നഷ്ടം വന്നത് 4 വർഷം കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കാണ്. അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ശസ്ത്രം തന്നെയാണ്. ഈ മേഖലകളിൽ വികസനം പാടില്ല. നമ്മൾ ഞാൻ മലബാർ മേഖലയിൽ ജോലി ചെയ്ത ഒരാളെന്നറിയാം. ഇപ്പം കണ്ണൂർ ജില്ല ഉൾപ്പെടെ നമ്മുടെ യാതൊരു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോക്കം നിൽക്കുന്ന മേഖലകളാണ്. ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് പോലും, ഇപ്പോൾ കണ്ണൂർ ഈ CPM-ൻ്റെ കേന്ദ്രങ്ങളിൽ പോലും അവർ ചികിത്സിക്കാൻ പോകുന്ന എല്ലാവരും മംഗലാപുരത്താണ്. ഒരു സ്വാശ്രയ മേഖലയിലാണ് ആദ്യം ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അവിടെയാണ് നമ്മളെല്ലാം അതിന് എതിർപ്പുണ്ടാകുന്നതും കൂത്തുപറമ്പ് രക്തസാക്ഷികൾ ഉണ്ടാക്കുന്നതൊക്കെ. ആ തരത്തിൽ എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെയും തടഞ്ഞു വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. അത് മതേതരത്തിൻ്റെ ഒരു മേലങ്കി അണിഞ്ഞുകൊണ്ട് അഭിപ്രായം പറയാം. കുറച്ച് സാഹിത്യം പഠിച്ചു വെച്ചിട്ട് പറയും, വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ല പറയും. യഥാർത്ഥത്തിൽ ആശയപരമായിട്ടാണ് ഇതിനെ എതിർക്കുന്നതെങ്കിൽ കേരളം പോലെയുള്ള ഒരു പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങളുള്ള ഒരു സ്ഥലത്ത് CBSE സ്കൂളുകൾ പ്രവർത്തിക്കാൻ പാടില്ല. മോഡി അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് കാവ്യവൽക്കരണം നടത്താൻ പാടില്ല.
അങ്ങനെ എല്ലാം കേരള സിലബസിൻ്റെ കീഴിൽ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു സംവിധാനം വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ അവിടെ നവോദയ വിദ്യാലയങ്ങൾ അവർ അനുവദിച്ചിട്ടില്ല. എന്നാൽ അവിടെ ഇതേപോലെ കാപ്പറ്റുകൊണ്ട് CBSE സ്കൂൾ അനുവദിച്ചിട്ടുണ്ട്. DMK നേതാക്കളുടെ മക്കൾക്കെല്ലാം പഠിക്കുന്ന CBSE സ്കൂളുകളിലാണ്. കേരളത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ശ്യാമിനെ പോലുള്ള ആളുകൾ ഇതിനുള്ള മറുപടിയാണ് പറയേണ്ടത്. അതായത് നിങ്ങൾ ഗവൺമെൻറ് സ്കൂളിൽ ഇത് അനുവദിക്കില്ല, എന്നാൽ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് മേഖല അല്ലേ